കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നമ്മുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് ചണ്ഡീഗഡിൽ വെച്ചിട്ടാണ്. 21 മുതൽ 25 വരെ സെപ്റ്റംബർ മാസം. സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ആലപ്പുഴ, സെപ്റ്റംബർ മാസം 9 മുതൽ 12 വരെ. അതിന്റെ മുന്നോടിയായി ജില്ലാ സമ്മേളനം നടക്കുന്നത് ഓഗസ്റ്റ് 2, 4, 5 തീയതികളിൽ പരപ്പനങ്ങാടി വെച്ചിട്ടാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. അതിന്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് മണ്ഡല സമ്മേളനം നടക്കേണ്ടത്. അപ്പൊ ഇത്തവണ മണ്ഡല സമ്മേളനം നടക്കുന്നത് മെയ് മാസം 25, 26, 27 തീയതികളിൽ ചങ്ങരംകുളത്ത് വെച്ചാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊന്നാനി മണ്ഡലത്തിലെ 61 ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞതിന് ശേഷം 7 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചാണ് മണ്ഡല സമ്മേളനത്തേക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. നമ്മുടെ പാർട്ടിയുടെ മണ്ഡല സമ്മേളനം ഇതുവരെയും ചങ്ങരകുളത്ത് വെച്ച് ഞങ്ങൾ മണ്ഡല സമ്മേളനം നടത്തിയിട്ടില്ല. കാലങ്ങളായി പൊന്നാനി മണ്ഡലത്തിലെ പൊന്നാനിയിലും അതുപോലെ തന്നെ മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ്, എരമംഗലം പ്രദേശങ്ങളിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കാറ് പതിവ്. പാർട്ടിക്ക് വളരെ സ്വാധീനം കുറഞ്ഞൊരു മേഖല കൂടിയാണ് ഈ ആലങ്കോട്, നന്നമുക്ക്. ഞങ്ങളുടെ LC ചങ്ങരകുളത്ത് സ്ഥിതി ചെയ്യുന്ന ആലങ്കോട്, നന്നമുക്ക് LCകൾ. അപ്പൊ ഇത്തവണ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ നമ്മുടെ പാർട്ടി സഹാക്കളുടെ അഭിപ്രായ പ്രകാരമാണ് നമുക്ക് ചങ്ങരകുളത്ത് വെച്ച് സമ്മേളനം നടത്താം എന്നുള്ള ഒരു തീരുമാനം എടുത്തത്. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റിയായിട്ട് ആലോചിച്ചപ്പോൾ ഞങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പാർട്ടി സമ്മേളനം വളരെ നല്ല രീതിയിൽ വിപുലമായി തന്നെ നമുക്ക് ഇവിടെ നടത്തണം എന്നുള്ള ഒരു ആലോചന കൂടി ആ സഹാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് സമ്മേളനം ചങ്ങരകുളത്ത് വെച്ച് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വലിയൊരു പ്രകടനം പൊതുസമ്മേളനമൊന്നും നടത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യമല്ല. ഞങ്ങൾ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രകടനവും പൊതുസമ്മേളനമൊക്കെ നടത്തി കൊണ്ടുപോയത്. ഈ മണ്ഡലത്തിലെ 6 ലോക്കൽ സമ്മേളനങ്ങളും പ്രകടനത്തോടു കൂടി പൊതുസമ്മേളനത്തോടു കൂടിയിട്ടാണ് സമ്മേളനം നടത്തിയത്. ഈ ആലങ്കോട് ലോക്കൽ സമ്മേളനം മാത്രമാണ് ഞങ്ങൾ പ്രകടനത്തോടു കൂടി നടത്താൻ സാധിക്കാതെ കഴിഞ്ഞത്. അത് ഇവിടെ ഈ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പ്രകടനം പൊതുസമ്മേളനം വേണ്ടെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 3 ജാഥകളാണ്. പതാക, കൊടിമര, ബാനർ ജാഥകൾ. പതാക ജാഥ പൊന്നാനി AK സുബൈറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ജാഥ തുടങ്ങുന്നത്. ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ AK ജബ്ബാറാണ്. ജാഥ നയിക്കുന്നത് പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ KK ബാബുവാണ്. ആ പതാക ജാഥയിൽ പങ്കെടുക്കേണ്ടത് 2 ലോക്കൽ കമ്മിറ്റികളാണ്. ഒന്ന് മാറഞ്ചേരി ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയും. മോട്ടോർ ബൈക്കിന്റെ അകമ്പടിയോടുകൂടിയാണ് ആ ജാഥ കടന്നു വരുന്നത്. അത് മാറഞ്ചേരി, എരമംഗലം വഴി ചങ്ങരംകുളത്ത് ആ ജാഥ എത്തിച്ചേരും. 2ാമത്തെ ജാഥ എന്ന് പറഞ്ഞാൽ കൊടിമര ജാഥയാണ്. അത് കോതമുക്കിൽ നിന്നാണ് ആ ജാഥ പുറപ്പെടുന്നത്. സഖാവ് കൊളാടി ഉണ്ണിയേട്ടന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ആ ജാഥ തുടങ്ങുന്നത്. ആ ജാഥ അവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ MK മുഹമ്മദ് സലീമാണ്. ആ ജാഥ നയിക്കുന്നത് മഹിളാ സംഘത്തിന്റെ നേതാവ് സുബൈദ ബക്കറാണ്. ആ ജാഥ ഇതുപോലെ തന്നെ എരമംഗലത്ത് കൂടെ ഈ ചങ്ങരംകുളത്ത് ആ ജാഥ എത്തിച്ചേരും. 3ാമത് ജാഥ പുറപ്പെടുന്നത് പാലപ്പെട്ടി നിന്നാണ്. പാലപ്പെട്ടി ATUC നേതാവ് സഖാവ് KK ബാലന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നാണ് ആ ജാഥ പുറപ്പെടുന്നത്. ആ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ
PP ഹനീഫയാണ്. ആ ജാഥയുടെ ക്യാപ്റ്റൻ സെക്രട്ടേറിയറ്റ് മെമ്പർ ON ജയപ്രകാശാണ്. ആ ജാഥ പുറപ്പെടുന്നത് അയിരൂര് പാറ വഴി നാക്കോല വഴി എരമംഗലത്ത് കൂടെ വന്ന് ആ ജാഥയും ചങ്ങരംകുളത്ത് എത്തിച്ചേരും. ഈ 3 ജാഥയും ഇവിടെ ചങ്ങരംകുളത്ത് 5 മണിക്ക് സംഗമിക്കുമ്പോൾ അവിടെ നിന്നും പ്രകടനമായി നമ്മളെ സമ്മേളന നഗരിക്ക് എത്തിച്ചേരാനാണ് ആലോചിച്ചിട്ടുള്ളത്. ആ ജാഥ ഇവിടെ സ്വീകരിക്കാൻ പതാക ജാഥ ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ഞാൻ തന്നെയാണ്. കൊടിമര ജാഥ ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ DC മെമ്പറും മഹിളാ സംഘത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ ഷമീറ ഇളയടത്താണ്. അതുപോലെ തന്നെ ബാനർ ജാഥ ഇവിടെ ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ M വിജയനാണ്. ഈ 3 ജാഥയും ഇവിടെ സംഗമിച്ച് ജാഥ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെ പൊതുസമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ്. പൊതുസമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സമുന്നത നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സഖാവ് VK സുരേഷ് ബാബു കൂത്തുപറമ്പാണ്. പാർട്ടിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. 25-ാം തീയതി പൊതുസമ്മേളനം കഴിഞ്ഞാൽ 26, 27 പ്രതിനിധി സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. 26-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പാർട്ടിയുടെ മുതിർന്ന സഖാവ് T അബ്ദുക്ക പതാക ഉയർത്തും. 2:30-ന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വെച്ച് പത്മപ്രഭ പുരസ്കാര ജേതാവും പ്രശസ്ത സാഹിത്യകാരനും യുവലാ സാഹിതിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീമാൻ ആലങ്കോട് ലീലാകൃഷ്ണനെ സമ്മേളനം ആദരിക്കുന്നുണ്ട്. തുടർന്ന് പ്രതിനിധി സമ്മേളനം തുടങ്ങും. സഹാക്കൾ PP സുനീർ, രാജാജി മാത്യു തോമസ്, PK കൃഷ്ണദാസ്, അജിത് കൊളാടി, ഷാജിറ മനാഫ് തുടങ്ങിയ നേതാക്കൾ സമ്മേളനത്തെ പങ്കെടുത്ത് സംസാരിക്കും. 27-ന് സമ്മേളനം തുടരും. പിന്നെ മണ്ഡലം കമ്മിറ്റിയെ തിരഞ്ഞെടുക്കും, മണ്ഡലം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. അങ്ങനെയുള്ള സമ്മേളന നടപടികളുമായി മുന്നോട്ട് പോകും. സമ്മേളനത്തിൽ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യും. ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. കഴിഞ്ഞ കാല 3 വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് വരാൻ പോകുന്ന ഒരു 3 കൊല്ലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കും. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യും. അങ്ങനെ സമ്മേളനം ഇവിടെ പര്യവസാനിക്കും. സമ്മേളനത്തിൽ 7 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായിട്ട് 175 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. 3 ദിവസങ്ങളിലായിട്ടാണ് ഇവിടെ സമ്മേളനം നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ ചങ്ങരംകുളത്ത് വെച്ച് സമ്മേളനം പാർട്ടിക്ക് സ്വാധീനമില്ലാത്തൊരു മേഖലയായിട്ട് പോലും ഞങ്ങളിത് തിരഞ്ഞെടുക്കാൻ കാരണം പാർട്ടിക്ക് ഈ സമ്മേളനത്തിന് ശേഷം തന്നെ നമ്മളെ പല ഭാഗത്തു നിന്നും ഒരുപാട് സഹാക്കൾ പാർട്ടിയെ സ്നേഹിച്ച് പാർട്ടിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈ ചേലക്കടവത്തൊക്കെ നമുക്കൊരുപാട് സഹാക്കൾ അടുത്ത കാലങ്ങളിലൊക്കെ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് സഹാക്കൾ നമ്മളെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം എത്രയും നല്ല വിജയമാക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ തയ്യാറെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങളെ പാർട്ടിക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പത്രപ്രവർത്തകരും വ്യാപാരികളുടെ വ്യാപാരി സുഹൃത്തുക്കളിലൊക്കെ എല്ലാവരും ഒരു സഹകരണം ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല എന്നാണ്
ഞങ്ങൾ ഐക്യകണ്ഠേന പറയുന്നത്, എന്തായാലും ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.